3-ാം തീയതി കൊണ്ടുവന്നിട്ടതാണ്. ഓ. ഈ വഴി മൊത്തം ചെളിയുടെ മഴ മര്യാദയ്ക്ക് വെള്ളം പോയിരുന്ന വഴിയായിരുന്നു. മണ്ണ് ഇട്ടതിന് ശേഷം വീടിന്റെ ഇവിടെ വരെയാണ് വെള്ളം. ഈ കൗൺസിലറിനോട് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോ കൗൺസിലർ പറഞ്ഞെന്താണെന്നറിയോ? ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടതാ. ഇനി എനിക്കറിയില്ല, വെള്ളം എങ്ങനെയായാലും പോയിക്കോളും എന്നാണ് ലിൻഡ ജോയി പറഞ്ഞത്. ഓ ശരി. ഇന്ന് കാലത്ത് അവിടെ വന്നിട്ട് ഉച്ചയ്ക്ക് വന്നപ്പോഴും ഞാൻ പറഞ്ഞു വെള്ളം പോകണില്ല എന്ന് പറഞ്ഞപ്പോ ആള് മൈൻഡേ ചെയ്യണില്ല. അപ്പൊ കൂടെ വന്ന ഒരു മുനിസിപ്പാലിറ്റി മാഡം പറഞ്ഞു, ഇത് ഇങ്ങനെ ഇട്ട കാരണമാണോ ചെളിയായെന്ന് വെച്ചപ്പോ അതേന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇടാൻ പറഞ്ഞിട്ടല്ലേ ഇട്ടേന്ന്. പിന്നെ എന്തിനാ പറയാ, മുനിസിപ്പൽ ബുദ്ധിമുട്ടാ. അതെ, എനിക്ക് ഒന്നാനെ പാടില്ലാതെ ഞാനാ. പോരാതിന് വെള്ളം നിന്നിട്ട് ഇവിടെ കുമ്മായ മുഴുവൻ വിട്ട ഈ പൂപ്പായി വന്നിട്ട്. ഓ. ഞാൻ തോട് കീറിയിട്ടാണ് വെള്ളം വിട്ടത്. എനിക്കൊന്ന് പെട്ടെന്നൊക്കെ വയ്യാണ്ടായി കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകാൻ പറ്റില്ല. ഈ റോഡൊന്ന് എന്താ പറയാ ചെളി കെട്ടി നിന്നപ്പോ അത് നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക്, അതായത് മഴക്കാലാണല്ലോ, അപ്പൊ നമുക്ക് പുറത്തേക്കൊക്കെ പോകാനായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇത് നമുക്ക് ഉപകാരം ചെയ്തെന്ന് പറയും. പക്ഷെ നമുക്കിപ്പോ ഉപദ്രവമാണ് നിലവില്. കാരണം ഇപ്പൊ ഒരു ആശുപത്രി കേസ് ഇപ്പൊ നിലവിൽ നമ്മുടെ വീട്ടിൽ വെച്ചാൽ 2 പിള്ളേരുള്ളത്, കുഞ്ഞു പിള്ളേരാണ്. ഇപ്പൊ ഞങ്ങൾക്ക് 2 ദിവസമായിട്ട് ഇവിടെ പനിയും കാര്യങ്ങളെ കുറിച്ച് നോക്കി. ഇപ്പൊ നമ്മൾക്ക് 2 മണിക്ക് 3 മണി നേരത്തൊക്കെ ഒന്ന് ആശുപത്രിക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. നല്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് ഇന്നലെ പോവാൻ തന്നെ, നമുക്ക് ആ വെള്ളത്തിൽ കൂടെ പോവാൻ തന്നെ പേടിച്ചിട്ടാണ് നമ്മൾ ഇന്നലെ കൊച്ചിനും കൂടെ ആശുപത്രിക്ക് വരെ പോയിട്ടില്ല. അത് കഴിഞ്ഞ് ഇന്നിപ്പോ ഇവിടെ നമുക്ക് ലിൻഡ എന്ന് പറഞ്ഞ നമ്മുടെ കൗൺസിലർ ലിൻഡയാണ്. ആളിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം പോലും ആള് ഉൾക്കൊള്ളാണ്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് ആള് റോഡ് വരെ നമ്മൾ വിളിച്ചു ഒന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് ആള് നമ്മളെ മൈൻഡും പോലും ചെയ്യാണ്ടാണ് ആൾ അങ്ങോട്ട് കടന്നു ചെന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കൗൺസിലർ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ആള് വിജയിച്ചു. പക്ഷെ നമ്മളോട് വാർഡിലുള്ള ആളുകളോടെങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും മര്യാദയായ രീതിയിൽ ആൾ പെരുമാറണ്ടേ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോ ആള് പറയാണ് ഞങ്ങൾക്ക്, അതായത് നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ ആള് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് ആള് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിനെ ഇപ്പൊ ഞാൻ ആലിസേച്ചിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആലിസേച്ചി പറഞ്ഞു ഇവിടെ വന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ഒന്ന് ചെയ്തു തരണം. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നമ്മൾ പറയണത് ഞങ്ങൾക്ക് ഈ റോഡ് ഒന്ന് റെഡിയാക്കി തരാനായിട്ട്. കാരണം പുറത്തുനിന്ന് ഒരാൾ വന്നാൽ പോലും നമുക്ക് ഇങ്ങോട്ട് കയറാനായിട്ട് പോലും മടിച്ചു നിൽക്കുക. അത്രയ്ക്കും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത്രയും മോശമായിട്ടുള്ള രീതിയിൽ അവിടെ കിടക്കുന്നത് റോഡ്. എല്ലാവർക്കും നമസ്കാരം. മഴക്കാലം തുടങ്ങി നമ്മുടെ റോഡുകളുടെ സ്ഥിതി കണ്ടു കഴിഞ്ഞാൽ അതിശോചനീയമാണ്. ദേശീയപാത ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളിലെ യാത്രികർ ശ്രദ്ധിക്കണം. നിങ്ങൾ റോഡിൽ പലപ്പോഴും കുഴികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വീണ് കഴിഞ്ഞാൽ പല്ലടിച്ച് വീഴുന്നത് അവരവർക്ക് പോകും. നമ്മുടെ പട്ടണത്തിലും ചാലക്കുടി പട്ടണത്തിലും അതുപോലെ തന്നെ സമീപ പഞ്ചായത്തുകളിലും പല റോഡുകളുടെ സ്ഥിതി അതിശോചനീയമാണ്. വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. കുടുംബത്തിൻ്റെ ബഡ്ജറ്റ് താളം തെറ്റിയാവുന്ന മാത്രമല്ല, ചിലപ്പോൾ നിത്യ ബെഡ് റെസ്റ്റിലേക്കൊക്കെ പോകേണ്ട സ്ഥിതിവിശേഷം വരും. ജീവൻ വരെ പോകാനും സാധ്യതയുണ്ട്. വണ്ടികൾ ഈ മഴക്കാലത്ത് ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചാലക്കുടി നഗരസഭയിലെ ഒരു പ്രദേശത്തെ വീട്ടുകാർ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തെപ്പറ്റി കാനഡയിലുള്ള എൻ്റെ ഒരു ഫോളോവർ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. അത് കണ്ടപ്പോഴാണ് നമുക്കത് എത്രത്തോളം ഭീകരമായിരിക്കുന്നതെന്ന് മനസ്സിലായത്. സംഭവം ചാലക്കുടി നഗരസഭ 31-ാം വാർഡ് ലിൻഡ ജോയി എന്ന് പറയുന്ന കൗൺസിലറാണ് അവിടുത്തെ ആ വാർഡിലെ കൗൺസിലർ. ഈ സ്ഥലം എന്ന് പറയുന്നത് DRL റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. അവിടെ ആ റോഡ് എത്തി നിൽക്കുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ പിറകുവശത്തുള്ള ഒരു പാർട്ടിലാണ്. അവിടെ റെയിൽവേയുടെ മതിലും ഒരു കാനയൊക്കെ പോകുന്നുണ്ട്. അതിനോട് ചേർന്നൊരു മണ്ണ് വഴിയുണ്ട്. ഇത് ചാലക്കുടി നഗരസഭയുടെ വഴിയല്ല, ഇത് റെയിൽവേയുടെ ഭൂമിയാണ്. അവിടെ ആ വഴി കടന്നു പോകുന്ന ഭാഗത്ത് 10-12 വീട്ടുകാരുണ്ട്. ആ വീട്ടുകാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി റെയിൽവേ ചെയ്തേക്കുന്ന ഒരു ഇടപെടലാണ്. റെയിൽവേ എന്ന് ഈ ഭൂമി എടുക്കുന്നു, അതോടുകൂടി അവരുടെ യാത്രാ ദുരിതം ഒന്നും കൂടി ഇരട്ടിക്കാണ്. വഴിയില്ലാണ്ടാവും, അത് വേറൊരു വിഷയം. പക്ഷെ ഇപ്പോൾ ആ റോഡിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ താമസിക്കുന്നവരുടെ വാഹനങ്ങളെല്ലാം തൊട്ടടുത്തുള്ള ആ ടാറിട്ട റോഡിലേക്ക് കയറ്റിയിട്ടിരിക്കുകയാണ്. വളരെ ശോചനീയമായ സ്ഥിതിയാണ് അവിടെ ഉള്ളത്. കുട്ടികളടക്കമുള്ള കുടുംബാംഗങ്ങൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ വയസ്സായ ആളുകൾ, അതുപോലെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആളുകൾ, ഇതൊക്കെയുണ്ട്. ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി ആ റോഡിലൂടെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോരി പിടിച്ച ആളെ കൊണ്ട് പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം അവിടെയുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനപ്രതിനിധി വരുത്തി വെച്ചൊരു സംഭവമല്ല ഇത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് നഗരസഭയുടെ വഴിയല്ല, നഗരസഭയ്ക്ക് ഇതിൽ പെടുന്ന വഴിയോ മറ്റു കാര്യങ്ങളോ അല്ല, ഇത് റെയിൽവേയുടെ ഭൂമിയാണ്. ഇവിടുത്തെ റോഡിൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു സ്ഥിതി ഇങ്ങനെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ വെള്ളം കെട്ടി കിടക്കുന്ന പ്രദേശമുണ്ട്. അവിടെ നിന്ന് വെള്ളം ഒഴുകി ഇവിടേക്ക് വരും. അപ്പോൾ ഇവിടുത്തെ ഒരു യാത്രാ ദുരിതം തന്നെയാണ്. ഈ പ്രദേശത്തെ ഈ പറയുന്ന ഒരു 10-12 വീട്ടുകാർക്ക് എന്നും ദുരിതം തന്നെയാണ് ഈ വഴി കൂടെ നടന്നു പോകേണ്ട അവസ്ഥ. അപ്പോൾ ഇത് ഈ സംഭവത്തിൽ കൗൺസിലറായ ലിൻഡ ജോയിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ലിൻഡ ജോയി ഉടനെ തന്നെ അവിടെ മണ്ണടിക്കുകയും ആ റോഡ് ക്ലിയർ ചെയ്യുകയും ചെയ്തു. കൗൺസിലർ നല്ല ശുദ്ധി കണ്ടിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു നല്ല റിസൾട്ട് അവിടെ ഉണ്ടാകാൻ വേണ്ടി തന്നെ അത് ചെയ്തത്. പക്ഷേ ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല. കാരണം മഴ വളരെ ശക്തമായിട്ട് പെയ്തു. ഇതിപ്പോൾ ആകെ ഉഴുതു മറിച്ചിട്ട സ്ഥിതിവിശേഷമാണ് അവിടെ. നമുക്ക് നടന്ന് തന്നെ അതിലൂടെ പോകാൻ പറ്റില്ല. നിങ്ങൾ കാണുന്ന പോലെ നടന്ന് തന്നെ പോകാൻ പറ്റാത്ത വല്ലാത്ത സ്ഥിതി, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ആ വീട്ടുകാരുടെ മുഖവും അവരുടെ നിലവിളിയും അവരുടെ വിഷമങ്ങളും വല്ലാത്തൊരു ദുരിതപൂർണ്ണമായിട്ടൊരു സാഹചര്യമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ DRL റോഡിൻ്റെ ആ വശത്ത് അനുഭവിക്കുന്നത്. വീട്ടുകാർ വളരെ ദുരിതം അനുഭവിക്കുകയാണ്. നമുക്കറിയാൻ സാധിക്കും ഇങ്ങനെയുള്ള സംഗതികൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആദ്യം തന്നെ വിളിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലറെയാണ്. സ്വാഭാവികമായിട്ടും ലിൻഡ ജോയി എന്ന് പറഞ്ഞ കൗൺസിലറെ വിളിച്ചത് അവരിതിൽ ഇടപെട്ടതും അതുകൊണ്ടാണ്. പക്ഷേ ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നം, അവരും മനുഷ്യരാണല്ലോ, ഒരുപാട് വിഷയങ്ങൾ അവരുടെ ചെവിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും വരും.
അവരും മനുഷ്യരാണ്. അവർക്ക് നിരവധി സ്ഥലങ്ങളിലേക്ക് ഇതുപോലെയുള്ള സംഗതികൾ വരും, ഇടപെടും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കാണാൻ വല്ലാത്തൊരു വിഷമം വരും. എന്നിരുന്നാൽ തന്നെയും ജനങ്ങൾക്ക് അവർക്ക് പരാതികൾ പറയാനുള്ള ഇടങ്ങളാണ് ജനപ്രതിനിധികളും നമ്മുടെ തദ്ദേശഭരണ സംവിധാനങ്ങളും. അവരെ ഒന്ന് ശ്രമിക്കുക എന്നുള്ളത് ഒരു പരമപ്രധാനമായ ജനാധിപത്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും ജനാധിപത്യത്തിൽ കൗൺസിലർമാർ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ എപ്പോഴും ജനങ്ങൾക്ക് താഴെയാണ്. കാരണം ജനങ്ങളാണ് എല്ലാത്തിൻ്റെയും ശക്തി. അപ്പോൾ ജനപ്രതിനിധികൾ അവർ തിരഞ്ഞെടുക്കണം, അവർ പറയാൻ നമ്മൾ ശ്രമിക്കണം. ഇതിപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് അവിടുത്തെ ആളുകൾ പറഞ്ഞത്, ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ കൗൺസിലർ നിന്ന് തന്നില്ല, അവർ വേഗം പോവുകയായിരുന്നു. കൗൺസിലറുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പറയുന്നത് അവർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കൊണ്ട് വന്നത്, അവിടെ നിന്നും പെട്ടെന്ന് പോകുന്ന സമയത്ത് ഇവർ വീടിൻ്റെ അകത്ത് നിന്നാണ് വിളിച്ചത്, അതുകൊണ്ട് കേൾക്കാൻ സാധിച്ചില്ല എന്നൊക്കെയാണ്. എന്ത് തന്നെയായിരുന്നാലും ജനങ്ങളെ ശ്രവിക്കണം. ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനെങ്കിലും നമ്മൾ നിന്ന് കൊടുക്കണം. അതിന് നമുക്ക് ബാധ്യസ്ഥതയുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക്. ഇന്ന് അവിടുത്തെ വീട്ടുകാർക്ക് വല്ലാത്ത ദുരിതം തന്നെയാണ്. ഇത് പെട്ടെന്ന് പരിഹരിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജനപ്രതിനിധിക്ക് ഇപ്പോൾ ആ പ്രദേശത്താണ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ആ റോഡ് നഗരസഭയുടേതല്ല, പെട്ടെന്ന് നഗരസഭയ്ക്ക് ഒരു ആക്ഷൻ എടുക്കാനായിട്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഇനി കോറി വേസ്റ്റ് അടിക്കണം. നഗരസഭയിലാണെങ്കിൽ ചില ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാവും. ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകളെ വിളിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ എന്തായാലും അടിയന്തരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചാലക്കുടി നഗരസഭ അധികൃതർ തീർച്ചയായിട്ടും അതിൽ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് നമ്മുടേതല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. കാരണം മനുഷ്യ ജീവനുകളാണ് അവിടെ ഉള്ളത്. നമ്മളെപ്പോലെ ജീവിക്കുന്ന മനുഷ്യർ, അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഹോസ്പിറ്റൽ സംഭവം വന്നു, വിഷയം വന്നു എന്നൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പരാജയപ്പെട്ടതിന് തുല്യമാണ്. അങ്ങനെയുള്ളൊരു പരാജയം ചാലക്കുടി നഗരസഭയിലെ ഒരു കൗൺസിലർക്കും ഒരു ജനപ്രതിനിധികൾക്കും വരാതിരിക്കട്ടെ. ഞാൻ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ലിൻഡ ജോയ് എന്ന് പറയുന്ന കൗൺസിലറുടെ തലയിൽ മുഴുവൻ കെട്ടിവെക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലൊരു ഇടപെടണം. അവിടുത്തെ ആളുകൾക്ക് കടന്നു പോകണം, അവിടുത്തെ ആളുകൾക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്കണം. അതിനുവേണ്ടി ഒരു സൗകര്യം എന്തായാലും റെയിൽവേ കൊടുത്തിട്ടുള്ള ഭൂമിയാണ്. ഉള്ള സമയത്തെങ്കിലും അതിൽ കൂടെ നടന്നു പോകാൻ പറ്റണ്ടേ. വല്ലാത്ത ബുദ്ധിമുട്ടാണ് അവിടുത്തെ കുടുംബാംഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വിഷമങ്ങളും പരാതികളുമാണ് ജെ ഫൈസുമായിട്ട് സംസാരിച്ചത്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം.